ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീമൻ നാരായണീയം 94-ാം ദശകം. തത്വജ്ഞാനോത്പത്തി. ശ്ലോകം 6. ജീവൻ മുക്തത്വമേവം വിധമിതി വചസാ കിം ഫലം ദൂരദൂരേ തന്നാമാശുദ്ധബുദ്ധേർന ച ലഘുമനസശോധനം ഭക്തിതോന്യത് തന്മേ വിഷ്ണോ കൃഷിഷ്ഠാസ്ത്വയി കൃതസകലപ്രാർപ്പണം ഭക്തിഭാരം യേന സ്യാമംക്ഷു കിഞ്ചിത് ഗുരുവചനമിലത്വത്പ്രബോധസ്ത്വദാത്മാ. ഓം. സാരാംശം. ജീവൻ മുക്തൻ്റെ തത്വം ഇതാണെന്ന് പറഞ്ഞതുകൊണ്ട് എന്തു കാര്യം? രാഗാദി കാലുഷ്യത്താൽ ചിത്തശുദ്ധിയില്ലാത്തവന് ജീവൻ മുക്തഭാവം തീരെ അപ്രാപ്യമാകുന്നു. ആ ചിത്തശുദ്ധി എളുപ്പം നേടുന്നതിന് ഭക്തി എന്നീ മറ്റൊന്നില്ല തന്നെ. അതിനാൽ വിഷ്ണു അങ്ങയിൽ എല്ലാം അർപ്പിച്ചുകൊണ്ടുള്ള ഏകാന്ത ഭക്തി എന്നിൽ ഉളവാക്കിയാലും അതുവഴി ഗുരുപ്രസാദത്താൽ വേഗം പരമാത്മബോധം നേടി ആത്മസായുജ്യം അടഞ്ഞുകൊള്ളാം. എല്ലാവർക്കും ശുഭദിനം. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ. ജീവൻ മുക്തത്വമേവം വിധമിതി വചസാ കിം ഫലം ദൂരദൂരേ തന്നാമാശുദ്ധബുദ്ധേർന ച ലഘുമനസശോധനം ഭക്തിതോന്യത് തന്മേ വിഷ്ണോ കൃഷിഷ്ഠാസ്ത്വയി കൃതസകലപ്രാർപ്പണം ഭക്തിഭാരം യേന സ്യാമംക്ഷു കിഞ്ചിത് ഗുരുവചനമിലത്വത്പ്രബോധസ്ത്വദാത്മാ. ഓം. സാരാംശം. ജീവൻ മുക്തൻ്റെ തത്വം ഇതാണെന്ന് പറഞ്ഞതുകൊണ്ട് എന്തു കാര്യം? രാഗാദി കാലുഷ്യത്താൽ ചിത്തശുദ്ധിയില്ലാത്തവന് ജീവൻ മുക്തഭാവം തീരെ അപ്രാപ്യമാകുന്നു. ആ ചിത്തശുദ്ധി എളുപ്പം നേടുന്നതിന് ഭക്തി എന്നീ മറ്റൊന്നില്ല തന്നെ. അതിനാൽ വിഷ്ണു അങ്ങയിൽ എല്ലാം അർപ്പിച്ചുകൊണ്ടുള്ള ഏകാന്ത ഭക്തി എന്നിൽ ഉളവാക്കിയാലും അതുവഴി ഗുരുപ്രസാദത്താൽ വേഗം പരമാത്മബോധം നേടി ആത്മസായുജ്യം അടഞ്ഞുകൊള്ളാം. എല്ലാവർക്കും ശുഭദിനം. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.